സെപ്റ്റംബർ 10 ബുധനാഴ്ച. ലൂക്ക 6:20-26 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, ദരിദ്രരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, വിശക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ, കരയുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. ആളുകൾ നിങ്ങളെ വെറുക്കുമ്പോഴും നിങ്ങളെ അപമാനിക്കുമ്പോഴും നിങ്ങളുടെ നാമത്തെ ദുഷ്ടമെന്ന് അപലപിക്കുമ്പോഴും നിങ്ങൾ ഭാഗ്യവാന്മാർ. നമുക്ക് സ്വയം ചോദിക്കാം, ദാരിദ്ര്യം, വിശപ്പ് അല്ലെങ്കിൽ മറ്റ് പരീക്ഷണങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഭാഗ്യവാന്മാരായി കരുതുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളെ വെറുക്കുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണെന്ന് തോന്നുന്നുണ്ടോ? മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവാനുഗ്രഹത്തെ പറയുന്നത് ലൂക്കായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കൂടുതൽ സഹായിക്കും. ദരിദ്രനായിരിക്കും എന്നത് ആത്മാവിൽ ദരിദ്രനാകാൻ, അതായത് ദൈവത്തിൽ ആശ്രയിക്കാനും ദൈവ സഹായം ആവശ്യപ്പെടുന്നതും ആണ് അനുഗ്രഹം. ഇന്നത്തെ 5ാമത്തെ അനുഗ്രഹത്തിന് പകരം ലൂക്കാ സുവിശേഷത്തിലെ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. സമ്പന്നരായ നിങ്ങൾക്ക് കഷ്ടം, കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ആശ്വാസം ലഭിച്ചു. സമൃദ്ധി ഒരാളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നുവെങ്കിൽ അത് ഒരു അനുഗ്രഹമല്ല. യേശു സമ്പത്തിനെ അപലപിക്കുകയോ ദാരിദ്ര്യത്തെ പ്രശംസിക്കുകയോ ചെയ്യുന്നില്ല. പകരം ധനത്തോടൊപ്പം ഉണ്ടാകാവുന്ന അപകടങ്ങളെയും പ്രലോഭനങ്ങളെയും, ഉദാഹരണത്തിന് അഹങ്കാരം, സ്വയം പര്യാപ്തത, മറ്റുള്ളവരോടുള്ള അനുകമ്പയുടെ അഭാവം എന്നിവയെക്കുറിച്ചാണ് അവിടുന്ന് എടുത്തു കാണിക്കുന്നത്. മറുവശത്ത് ദാരിദ്ര്യം ദൈവത്തിലുള്ള ആശ്രയത്വവും വിനയവും സമൂഹത്തിൻ്റെയും പരസ്പര പിന്തുണയുടെ ആവശ്യതയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധാരണ വളർത്തിയെടുക്കും. ഈ സുവിശേഷവാദത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് സമ്പത്തിനോടും ദരിദ്രരോടുമുള്ള നമ്മുടെ മനോഭാവങ്ങൾ പരിശോധിക്കാൻ നമ്മെ വെല്ലുവിളിക്കുകയാണ്. നമ്മുടെ യഥാർത്ഥ മുൻഗണനകൾ എവിടെയാണെന്നും ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ജീവിക്കാമെന്നും പരിഗണിക്കാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. യഥാർത്ഥ അനുഗ്രഹങ്ങൾ ഭൗതിക സമ്പത്തിൽ നിന്നല്ല, മറിച്ച് എളിമയുള്ളതും അനുകമ്പയുള്ളതും ദൈവത്തിലേക്കും മറ്റുള്ളവരിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ ഒരു ഹൃദയത്തിൽ നിന്നാണെന്ന് ഈ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സുവിശേഷമനുസരിച്ച് സന്തോഷത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും യഥാർത്ഥ ഉറവിടം ഭൗതിക സമ്പത്തിലോ ജനപ്രീതിയിലോ അല്ല, പിന്നെയോ ഒരാൾ ഉയർത്തിപ്പിടിക്കുന്ന ആത്മീയ നിധികളിലും മൂല്യങ്ങളിലുമാണ്. ആത്മാവിൽ ദരിദ്രനായിരിക്കുക, നീതിക്ക് വേണ്ടിയുള്ള വിശപ്പുണ്ടായിരിക്കുക, കരുണ കാണിക്കുക, ഹൃദയശുദ്ധിയുള്ളവനായിരിക്കുക, സമാധാനം തേടുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. താൽക്കാലിക ലൗകിക നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഈ ആത്മീയ തത്വങ്ങളുമായി പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിക്കുന്നതിലൂടെയാണ് യഥാർത്ഥ അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ലഭിക്കുന്നത്. ദൈവവുമായുള്ള അടുത്ത ബന്ധവും വിശ്വാസം, സ്നേഹം, അവൻ്റെ ഹിതവുമായി പൊരുത്തപ്പെടുന്ന സദ്ഗുണങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ജീവിതം നയിക്കാനുള്ള പ്രതിബദ്ധതയും യഥാർത്ഥ സന്തോഷവും അനുഗ്രഹങ്ങളും കൊണ്ടുവരുമെന്ന് ഈ വാക്യം ആത്യന്തികമായി നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ തത്വങ്ങൾ സ്വീകരിച്ച് നമ്മുടെ പ്രവൃത്തികളിലും മനോഭാവങ്ങളിലും അവ ഉൾക്കൊള്ളുന്നതിലൂടെ ഭൗമിക സാഹചര്യങ്ങളെ മറികടക്കുന്നതും
നിത്യതയിലുടനീളം നിലനിൽക്കുന്നതുമായ ഒരു ആഴത്തിലുള്ള സംതൃപ്തിയും സമാധാനവും ദൈവിക പ്രീതിയും നമുക്ക് അനുഭവിക്കാനിടവരട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.